അഗ്ലോമറേഷൻ എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് ഫോർമേഷൻ ഓഫ് സബ്ജക്റ്റാണ്. രംഗനാഥനാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ സബ്ജക്റ്റ് കോംപ്രിഹെൻഡിങ് സെവറൽ സക്സീഡിങ് കൺസിക്യൂട്ടീവ് ബേസിക് സബ്ജക്ട്സ് ആൻഡ് ഹാവിങ് സം എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ കോമൺ. ഇതിനകത്ത് എ സബ്ജക്റ്റ് കോംപ്രിഹെൻഡിങ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? ഇൻക്ലൂഡിങ് അല്ലെങ്കിൽ കവറിങ് എന്നാണ്. അപ്പോൾ ഇവിടെ എ സബ്ജക്റ്റ് കോംപ്രിഹെൻഡിങ് സെവറൽ ബേസിക് സബ്ജക്റ്റ് എന്നത് സിംപ്ലി ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. അതായത് സെവറൽ ബേസിക് സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ്. ഇവിടെ അതുപോലെ തന്നെ സക്സീഡിങ് കൺസിക്യൂട്ടീവ് എന്നൊക്കെയുള്ള ടേംസ് വരുന്നുണ്ട്. സക്സീഡിങ് എന്ന് പറയുന്നത് എന്താ മീൻ ചെയ്യുന്നത്? കമ്മിങ് ആഫ്റ്റർ വൺ അനദർ, ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വരിക. കൺസിക്യൂട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് വിത്തൗട്ട് എ ബ്രേക്ക്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ സിംപ്ലി ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. സെവറൽ സക്സീഡിങ് കൺസിക്യൂട്ടീവ് സബ്ജക്ട്സ് എന്നത് എ ലൈൻ ഓഫ് റിലേറ്റഡ് സബ്ജക്ട്സ് വൺ ആഫ്റ്റർ അനദർ. റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒരുമിച്ച് ഒന്നിന് പിന്നിൽ ഒന്നായിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വരുന്നു, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എക്സാമ്പിളാണ് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജിയോളജി. ഇതൊക്കെ ബേസിക് സബ്ജക്ട്സ് ആണ്. അതൊക്കെ പ്ലേസ്ഡ് വൺ ആഫ്റ്റർ അനദർ ഇൻ സീക്വൻസ് അണ്ടർ സയൻസ്. സയൻസിന് കീഴിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജിയോളജി ഇതൊക്കെ ഒരുമിച്ചുള്ളതിനാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. സയൻസ് എന്ന് പറയുന്നത് അഗ്ലോമറേഷൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി ഇതെല്ലാം ബേസിക് സബ്ജക്ട്സ് ആണ്. പക്ഷേ ഇത് കൺസിക്യൂട്ടീവും റിലേറ്റഡുമായത്. കൺസിക്യൂട്ടീവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വിത്തൗട്ട് എ ബ്രേക്ക്, തുടർച്ചയായിട്ടുള്ളതും ഇതൊക്കെ ബന്ധമുള്ളതും ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിയിലാണ്? സോഷ്യൽ സയൻസിൻ്റെ കീഴിലാണ് ഈ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി. അതായത് ഈ സബ്ജക്ട്സ് ഒക്കെ കൂടി ചേർന്നതിനാണ് നമ്മൾ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്ലോമറേഷന് മറ്റൊരു എക്സാമ്പിളാണ് സോഷ്യൽ സയൻസസ്. അതുപോലെ തന്നെ അഗ്ലോമറേഷനൊരു ഫീച്ചറായിട്ട് പറയുന്നത് ക്വാളിറ്റീസ് ഇൻ കോമൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ സോഷ്യൽ സയൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി ഇതിനൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു ക്വാളിറ്റി എന്താണ്? ഓൾ ഡീൽ വിത്ത് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ബിഹേവിയർ അല്ലേ? ഹ്യൂമൻ സൊസൈറ്റിയും ബിഹേവിയറായിട്ട് അതിൻ്റെ സ്റ്റഡീസ് അല്ലേ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി ഒക്കെ. അതുപോലെ തന്നെ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് അഗ്ലോമറേഷൻ ഒരു എക്സാമ്പിളാണ്. എൻജിനീയറിംഗിൽ വരുന്ന ബേസിക് സബ്ജക്ട്സ് എന്ന് പറയുന്നത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ,